ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന ഹൈക്കോടതി. കണക്കുകൾ സുതാര്യമാകണമെന്നും ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും നിർദ്ദേശം. സ്വാഗതം ചെയ്ത ദേവസ്വം ബോർഡ്. ശബരിമല വികസനം ഇപ്പോൾ പറയുന്നത് കാപ്പട്യമെന്ന് വി ഡി സതീശൻ. അയ്യപ്പ സംഗമത്തിനു പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ആലോചനയുമായി സർക്കാർ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഇളകിയ സ്വർണ്ണപ്പാളി ഉടൻ തിരികെ കൊണ്ടുവരാനാകില്ല എന്ന് ദേവസ്വം ബോർഡ്. ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചെന്നും വിശദീകരണം. പ്രസിഡൻഷ്യൽ റഫറൻസിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. ജനാധിപത്യ സംവിധാനം പരാജയപ്പെട്ടാൽ ഇടപെടുമെന്ന് കോടതി. റഫറൻസിൽ വിധി പിന്നീട്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ അനിശ്ചിതമായി തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് കേന്ദ്രം. സമയപരിധി വയ്ക്കാനാകില്ല എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ദോഹയിലെ ഇസ്രായേലി ആക്രമണത്തിന് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ മറുപടി ഉണ്ടാകുമെന്ന് ഖത്തർ. തിങ്കളാഴ്ച അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടി. ദോഹയിൽ ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ആക്രമണത്തെ എതിർക്കുന്ന നിലപാട് ഇന്ത്യ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് അറിയിച്ചേക്കും. പാക് പ്രധാനമന്ത്രി ദോഹയിൽ. യമനിലേക്കും ആക്രമണം നടത്തി ഇസ്രായേൽ.